ഹായ് എവരിവൺ. ഇന്ന് മത്തപ്പൂവും ഇലയും വള്ളിപ്പയറിൻ്റെ കിളിർന്നും ചേർത്തുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. വള്ളിപ്പയറിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ടെന്ന് വരിയിൽ ഇതുപോലെയുള്ള കിളിന്ത് വേണം ഉപയോഗിക്കാനായിട്ട്. ഇതുപോലെ ഈ തണ്ടും നമുക്ക് ഉപയോഗിക്കാം. മത്തയുടെ പൂവ് അരിയുമ്പോൾ സ്വല്പം കനത്തിലരിയുക, കാരണം അത് വളരെ ടെൻഡറായിട്ടുള്ളതായതുകൊണ്ട് ഇതുപോലെ സ്വല്പം കനത്തിൽ അരിഞ്ഞിടുക. പാനിൽ എണ്ണ ചൂടായി അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. ഒരു തണ്ട് കറിവേപ്പില, ഒരു വലിയ ഗാർലിക് ചതച്ചത്, 1/2 കപ്പ് വെള്ള സബോള, ഇതിന് പകരം ചെറിയ ഉള്ളി വേണമെന്ന് വരികിലും ചേർക്കാം, ഒരു എരിവുള്ള പച്ചമുളക്, ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് ചെറുതായിട്ട് വഴറ്റുക. 1/2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് 1-2 മിനിറ്റ് നേരത്തേക്ക് വഴറ്റുക. തേങ്ങ 1-2 മിനിറ്റ്സ് റോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തേങ്ങയിലുള്ള വെള്ളം വറ്റി തോരന് നല്ല ഫ്ലേവർ കിട്ടും. 1/2 ടീസ്പൂൺ ജീരകം ചതച്ചെടുത്തതും കൂടി ചേർത്തിട്ടുണ്ട്. ജീരകവും വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഇനിയും മത്ത ഇലയാണ് ചേർക്കുന്നത്. ഒരു 3 കപ്പുണ്ട്. വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് ഒരുപാട് സമയം വിട്ട് വഴറ്റണ്ട. ഇത് പെട്ടെന്ന് സോഫ്റ്റായി വരും. പയറിൻ്റെ ഇല ഇതുപോലെ വളരെ ടെൻഡറായിട്ടുള്ളത് എടുക്കണം. അതിൻ്റെ നാമ്പും തണ്ടും ടെൻഡറായിട്ടുള്ള തണ്ടും എടുക്കാം. ഇതും കൂടെ ചേർക്കുകയാണ്. മത്ത ഇലയും പയറിൻ്റെ ഇലയും കൂടെ ചേർത്ത് വഴറ്റിയിട്ട് 3-4 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി ഞാൻ അതിൻ്റെ പൂവ് ചേർക്കുകയാണ്. ഇത് 3/4 കപ്പ് പൂവുണ്ട്. പൂവ് പെട്ടെന്ന് വേകുന്നത് കൊണ്ട് കൂടുതൽ സമയം ഇടേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഉപ്പ് നന്നായിട്ടുണ്ടോ എന്ന് നോക്കി ആവശ്യമുണ്ടെന്ന് വരികിൽ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനിയും ചേർക്കുന്നത് ചെറുപയറിൻ്റെ പരിപ്പ് വെന്തതാണ്. ഇത് 1 കപ്പ് ഉണ്ട്. നിങ്ങൾക്കിതിൽ മുട്ട സ്ക്രാമ്പിൾഡ് ആക്കിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ലെൻറ്റിൽസ് ഉപയോഗിക്കാം. ഞാൻ ലാസ്റ്റ് ചേർക്കുന്നത് കറിക്ക് എപ്പോഴും ഫ്ലേവർ കിട്ടുന്ന കറിവേപ്പില ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി സ്റ്റൗ ഓഫാക്കി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇലത്തോരൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. മത്തയുടെ ഇലയും പൂവും പയറിൻ്റെ ഇലയും ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുക. നല്ല ഗുണവും ടേസ്റ്റുമുള്ള ഒരു തോരനാണ് ഇത്.